നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. 19 വർഷക്കാലത്തോളം ഭാരതം അതിന്റെ എല്ലാ പ്രൗഢിയോടും അവകാശത്തോടും കൂടി ഭരിക്കാൻ അർഹത കൊടുത്ത കോൺഗ്രസും വെറും 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉള്ള ഭാരതവും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് നമ്മളെക്കാൾ കൂടുതൽ ബോധവാന്മാരായി നിൽക്കുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരനും അതുപോലെ തന്നെ കോൺഗ്രസുകാരനുമൊക്കെയാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ 2019 ഈ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ ഈറ്റില്ലമായിട്ടുള്ള ഈ കാരാത്തോട് പ്രദേശത്ത് നിന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പ്രധാനമന്ത്രിയാകുമെന്ന. പക്ഷെ 2024 ഈ സമയത്ത് മുസ്ലിം ലീഗ് നേതാക്കൾ മാത്രമെന്നില്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒരാൾ പോലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് മനസ്സുകൊണ്ട് പോലും അറിയാൻ ധൈര്യപ്പെടുന്നില്ല എന്ന സ്ഥിതിയിലേക്കാണ് ഭാരതം എത്തി നിൽക്കുന്നത്. എന്താണ് ഇതിന് കാരണമെന്നാണ് മലയാളികൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ 2019 തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് തെരഞ്ഞെടുപ്പ് വേദികളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ തൊട്ടപ്പുറത്ത് രാഹുൽ ഗാന്ധി എന്ന ബിംബത്തെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസുകാരൻ ആത്മവിശ്വാസത്തോടെ പൊരുതുമ്പോൾ ഇന്ന് വഴിപാട് നടത്തി എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മതി എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളെയും കേരളത്തിലെ ജനങ്ങളെയും മാറ്റം കണ്ടിട്ടാണ്. ഒരുപക്ഷെ സ്വതന്ത്ര ഭാരതത്തിൽ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഏകദേശം 360-ലധികം പദ്ധതികളുമായി പ്രവർത്തനം നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയും 60 വർഷക്കാലത്തോളം ഞങ്ങൾ നടത്തിയത് അഴിമതിയാണെന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തേണ്ടി വന്ന കോൺഗ്രസും തമ്മിലുള്ള മാറ്റുരയ്ക്കലാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജനനം മുതൽ മരണം വരെ വ്യക്തിഗത ജീവിതത്തിൽ എല്ലാ തരത്തിലും ഇടപെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. ജനന സമയത്ത് 6000 രൂപ മുതൽ അവന്റെ പഠനത്തിനാവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, വിവാഹവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന പദ്ധതികൾ, ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് എന്താണോ വേണ്ടത് അത്തരത്തിലുള്ള പദ്ധതികൾ, ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു രാജ്യമാണ് ഭാരതം. ഒരുപക്ഷെ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാവും, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പവറായി മാറുമെന്നൊക്കെ നരേന്ദ്രമോദി പറയുന്നത് ഇവിടുത്തെ യുവാക്കളെയും യുവതികളെയും കണ്ടിട്ടാണ്. ആ യുവാക്കളുടെയും യുവതികളും ഏകദേശം 60% വരുന്ന രാജ്യമാണ് ഭാരതം. ഒരുപക്ഷെ എല്ലാവർക്കും സർക്കാർ ജോലിയോ മറ്റു സംവിധാനങ്ങളോ കൊടുക്കാൻ കഴിയാത്ത ഈ രാജ്യത്ത് ഒരുപാട് കഴിവുകളുള്ള, ഒരുപാട് ആശയങ്ങളുള്ള യുവതികളും യുവാക്കളുമുള്ള ഈ നാട്ടിൽ അവർക്കൊരു പ്രൊജക്റ്റുമായിട്ട് വന്നാൽ എങ്ങോട്ട് പോകണമെന്നുള്ള അവസ്ഥയുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ അവർക്ക് ആവശ്യം പണമായിരുന്നു. ആ പണത്തിന് എവിടെ പോകുമെന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരു പറ്റം യുവാക്കളുള്ള, ഒരു യുവതികളുള്ള ഒരു നാടാണ് ഈ കേരളവും ഭാരതവും ഒക്കെ, പ്രത്യേകിച്ച് മലപ്പുറമൊക്കെ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ മുദ്രാ ലോൺ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയായ ഇന്ത്യ പ്രധാനമന്ത്രി ഗ്യാരണ്ടി നിന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ വാരിക്കോരി 10 ലക്ഷം വരെ ഒരു ഈടുമില്ലാതെ ലോണിൽ എഴുതുന്ന മുദ്ര പദ്ധതി. പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ മോദി വിമർശനം ഉന്നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രവർത്തനം നടത്താൻ ഒരു ടൗണിൽ പോയാൽ അവിടെ ഗോഷ്ഠി കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾ വരെയുള്ള ഈ മലപ്പുറം ജില്ലയാണ് മുദ്രാ ലോൺ എന്ന പദ്ധതി ഏറ്റവും കൂടുതൽ ഭാരതത്തിൽ വാങ്ങിയിട്ടുള്ള ഒരു ജില്ല മലപ്പുറമാണ്. ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരാണോ വാങ്ങിയിട്ടുള്ളത്? ഒരിക്കലും ആവാൻ സാധ്യതയില്ല. ഇവിടെ 10-60 വർഷക്കാലത്തോളം ഭരിച്ച മുസ്ലിം ലീഗിന്റെ ആശയമുള്ള യുവാക്കളും യുവതികളും പോയിട്ടാണ് ഈ മലപ്പുറം ജില്ലയിലെ ഓരോ ബാങ്കുകളിലും ഓരോ നാഷണലൈസ്ഡ് ബാങ്കിലും പോയിട്ട് ഇത്തരത്തിൽ ഒരു പ്രൊജക്റ്റുമായി പോയി ഇത്തരത്തിലുള്ള സംഖ്യ വാങ്ങിയിട്ടുള്ളത്. എന്തേ 60 വർഷക്കാലത്തോളം ഭരിച്ച 9 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന ഈ നാട്ടിൽ ഒരു പാവപ്പെട്ട യുവാവിനോ യുവതിക്കോ എന്തെങ്കിലും ഒരു കച്ചവടം നടത്താനുള്ള സൗകര്യം പോലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? മലപ്പുറം ജില്ല ഉയർത്തിയത്, മലപ്പുറം ജില്ലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിച്ചതൊക്കെ ഞങ്ങളാണ് എന്ന് അവകാശപ്പെട്ട് നടക്കുന്ന മുസ്ലിം ലീഗുകാരനുള്ള സ്ഥലമല്ലേ ഇത്?
പ്രിയപ്പെട്ടവരെ, ഈ മലപ്പുറം ജില്ലയിൽ എന്തെങ്കിലും വികസന പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ രാവ് പകലാക്കി സ്വന്തം കുടുംബത്തെയും നാടിനെയും ഒക്കെ ഉപേക്ഷിച്ച് കണ്ട മണലാരണ്യങ്ങളിൽ പോയി പണിയെടുത്ത ഇവിടുത്തെ പ്രവാസികൾക്ക് കൊടുക്കണം. മലപ്പുറം ജില്ലയിൽ എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അവർ അയച്ചു തരുന്ന നാണയത്തുണ്ടിന്റെ ബലത്തിലല്ലോ മുസ്ലിം ലീഗുകാരാ നിങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം വരെ നടത്തിയത്. അല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കോ? അല്ലാതെ ഇവിടുത്തെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും പിണറായി വിജയനും ഒക്കെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടാണോ ഇവിടേക്ക് ഈ വികസനം ഉണ്ടായിട്ടുള്ളത്? പ്രത്യേകിച്ച് മലപ്പുറത്ത് അതിനെന്തെങ്കിലും അർഹതയുണ്ടെങ്കിൽ പാവപ്പെട്ട പ്രവാസികൾക്ക് കൊടുക്കണം. ഒരു സംശയമില്ല ഞങ്ങൾക്കത് പറയുന്നത്. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ചോദിക്കട്ടെ, 60 വർഷക്കാലത്തോളം ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചപ്പോ 9 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? മലപ്പുറത്ത് നിന്ന് മന്ത്രി ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു ഈ മന്ത്രിമാർക്കൊക്കെ പണി? പ്രിയപ്പെട്ടവരെ, ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതലുണ്ട്. നാഷണൽ ഹൈവേയുടെ ഓരത്ത് പല തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ഇന്ന് നടന്നു. ആ നാഷണൽ ഹൈവേയുടെ ഭാഗത്ത് ഇന്ന് പോയിരുന്ന് കണ്ടപ്പോൾ അവിടെ നിന്നുകൊണ്ട് മോദി വിമർശനം നടത്തുന്ന ചില ആളുകളെയും ഇന്ന് രാവിലെ മുതൽ കണ്ടു. നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന, അവിടെ നിന്ന് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന ചില ഇടതുപക്ഷത്തിന്റെയും ലീഗുകാരനെയും ഒക്കെ ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളിത് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, 2014 മുമ്പ് മലപ്പുറം ജില്ല ആരംഭിക്കുന്ന ചങ്കരംകുളത്ത് നിന്നും ആരംഭിച്ച് ഏകദേശം മൈക്കരപ്പടി ആ പ്രദേശത്തെത്തുന്ന ഈ മലപ്പുറം ജില്ലയിൽ റോഡിന്റെ ഇരുവശങ്ങളിലും നാഷണൽ ഹൈവേയിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ഒരുത്തരും ഞങ്ങളെ ഭൂമി അവകാശപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് കിടക്കരുത്. എല്ലാ വീടിന്റെ മുന്നിലും ഒരു ബോർഡ് വെച്ചിരുന്നു. ആ ബോർഡ് വെച്ചതിൽ 90% ഇവിടുത്തെ മുസ്ലിം ലീഗുകാരനാ. അവന്റെ മന്ത്രി ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവനടക്കമുള്ള ഗവൺമെന്റ് ഞങ്ങളെ ഭൂമി തൊടാൻ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ചിരുന്നു. ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുടെ വീടിന്റെ മുന്നിൽ ബോർഡ് വെച്ചിരുന്നു. 2014 ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആ ബോർഡുകളൊന്നും ഇന്ന് കാണാനില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഭൂമി എടുക്കുമോ എന്ന് ചോദിച്ച് തിരിച്ചിങ്ങോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. എന്താണ് ഈ മാറ്റത്തിന് കാരണം? 9 മന്ത്രിമാരുണ്ടായിട്ട് ഇങ്ങോട്ട് അടുക്കരുത് എന്ന് ആ പാർട്ടിക്കാർ തന്നെ പറയേണ്ട അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ ഭൂമി ഏറ്റെടുത്തോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ഈ മലപ്പുറവും കേരളവും എത്തിയെങ്കിൽ നരേന്ദ്രമോദിയുടെ വികസനത്തിന്റെ വിപ്ലവമാണത്. പ്രിയപ്പെട്ടവരെ, ഈ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഭൂമിക്ക് വിലയുള്ള സ്ഥലം. ഞങ്ങൾ പറഞ്ഞതല്ല, പിണറായി വിജയൻ പറഞ്ഞതാ. പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ എന്താണ് മംഗലാപുരത്ത് നിന്ന് ഇപ്പുറത്തേക്ക് റോഡിന് നാഷണൽ ഹൈവേക്ക് തടസ്സമെന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞതാ, ഏറ്റവും കൂടുതൽ വിലയുള്ളത് കേരളത്തിലാണ്, പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെയാണ്. അവിടെ ഭൂമി ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഈ നാണംകെട്ട മുഖ്യമന്ത്രി പോയിട്ട് പറഞ്ഞതാ, എല്ലാ സംസ്ഥാനങ്ങളിലും നാഷണൽ ഹൈവേയും എക്സ്പ്രസ് ഹൈവേയും ഒക്കെ 14-18 പാതകളിലൂടെ പോകുമ്പോൾ കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് നാണം കെട്ട് തല താത്തി നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. 2014 അപ്പുറത്ത് 9 എണ്ണം ഉണ്ടായിരുന്നു തലദർശനവുമായി ഇവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ പണം ദൂർത്തടിക്കുക എന്നല്ലാതെ മറ്റൊരു പണിയും ഉണ്ടായിരുന്നില്ല. ഇന്ന് കിലോമീറ്ററിന് 100 കോടി രൂപ ചെലവിലാണ് നാഷണൽ ഹൈവേ ഈ പ്രദേശത്ത് കൂടി പോകുന്നത്. തൊട്ടപ്പുറത്ത് മലവടക്കിൽ ഗ്രീൻ ഹൈവേ, അതിനും കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കുന്നു. മാർക്കറ്റ് വിലയുടെ 4 ഇരട്ടി പണം കൊടുത്തുകൊണ്ടാണ് ഭൂമി ഏറ്റെടുത്തത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇന്ന് പണി നടക്കുന്നു. ആ പണി നടക്കുന്ന റോഡിന്റെ മുന്നിൽ പോയി നാണവും മാനവുമില്ലാതെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഇന്ന് രാവിലെ വിളിച്ചു പറയാ, ലീഗുകാരൻ വിളിച്ചു പറയാ, നരേന്ദ്രമോദി എന്താ ചെയ്തതെന്ന്. നരേന്ദ്രമോദി ചെയ്തത് ഇന്ന് മുസ്ലിം ലീഗുകാരനും അതുപോലെ തന്നെ നിങ്ങളുടെ ആശയവുമൊക്കെയുള്ള ഒരുപാട് യൂട്യൂബർമാരും വ്ളോഗർമാരും ഒക്കെ ഉള്ള നാടാണല്ലോ മലപ്പുറം. ഓരോ ജില്ലയിലും 12 വീതം 20 വീതമുണ്ട്. അവരൊക്കെ മത്സരിച്ച് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ ഡ്രോൺ പറത്തിക്കൊണ്ട് ഈ മലപ്പുറം ജില്ലയിലെ നാഷണൽ ഹൈവേയുടെ മുകളിലൂടെ പറത്തുന്നുണ്ട്. വളാഞ്ചേരിയിൽ കയറുന്ന പാലം അത്ഭുതം. എനിക്കറിയാം, ആ നിയോജക മണ്ഡലത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. എന്നും അപകടം നടന്നിരുന്ന സ്ഥലം വട്ടപ്പാറ വളവ്. ഓരോ ദിവസവും രാത്രി വരുന്ന കോള് കുറച്ച് പ്രവർത്തകരെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ പറ്റുമോ, അവിടെ അപകടം നടന്നിട്ടുണ്ട്.
ഇവിടെയുള്ള ഒരു ഒറ്റ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നോ? ഇന്ന് വളാഞ്ചേരിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന പാലം ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ നാഷണൽ ഹൈവേയിലൂടെ പോകുന്ന പാലമായിട്ട് മാറിയിട്ടുണ്ട്. അതിന് ഡോൺ പറത്തി കളിക്കുക അവിടുത്തെ ലീഗുകാര്. ഒരു പരിധിവരെ കഴിഞ്ഞ ദിവസം പൊന്നാനി പാർലമെന്റിലെ കഴിഞ്ഞ പാർലമെന്റ് മണ്ഡലത്തിൽ ഇവിടെ മത്സരിച്ച് വിജയിച്ച് 17 കോടി 5 വർഷം കൊണ്ട് വാങ്ങി അതിന്റെ പകുതി പോലും ചെലവഴിക്കാത്ത എന്റെ നാട്ടുകാരനായിട്ടുള്ള അബ്ദുൽ സമദ് സമദാനിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വീഡിയോ ഞാൻ കണ്ടു. ഇവര് പോയി എടുത്തിരിക്കുക നാഷണൽ ഹൈവേയുടെ ഡോൺ പറത്തിക്കൊണ്ടുള്ള വീഡിയോ. ആ വീഡിയോ ഇട്ട് അതിനപ്പുറത്ത് നിതിൻ ഗഡ്കരി ഇത് പ്രഖ്യാപിക്കുന്ന വീഡിയോ ഇട്ടുകൊണ്ട് ജനങ്ങളോട് പറയാ അബ്ദുൽ സമദ് സമദാനിയാണ് ഇത് കൊണ്ടുവന്നത്, E.T. മുഹമ്മദ് ബഷീറാണ് ഇത് കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് പിണ്ണാക്കാണ് ഈ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളുള്ള ഒരു ജില്ലയാണല്ലോ മലപ്പുറം. ന്യൂനപക്ഷങ്ങളെ എല്ലാ സംരക്ഷണവും ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. ഇവിടെയുള്ള സാധാരണക്കാരന് ഒന്ന് ഹജ്ജിന് പോകാൻ സ്വപ്നം കാണാൻ പറ്റിയിരുന്നോ? നിങ്ങളെല്ലാം VIP കോട്ടകളാക്കിക്കൊണ്ട് ചില മന്ത്രിമാരുടെ കുടുംബക്കാർക്ക് വേണ്ടി, ട്രാവൽസുകൾക്ക് വേണ്ടി ഇത് മുഴുവൻ കൊടുക്കുകയായിരുന്നില്ലേ? പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ, ഇസ്ലാം സഹോദരന്മാരെ, ഈ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു ട്രാവൽസിന്റെ പരസ്യം കഴിഞ്ഞ 2015 ശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹജ്ജ് ഹുംറ എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ പരസ്യമായിരുന്നില്ലേ? ഇപ്പൊ വല്ലതും കാണുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് കാണാത്തതിന് കാരണം പ്രിയപ്പെട്ട രാജേട്ടൻ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മുൻ മിസോറാം ഗവർണറും ഭാരതീയ ജനതാ പാർട്ടിയുടെ നിഷേധനായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ നേതാവുമായിട്ടുള്ള രാജേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മലപ്പുറത്തിന് വേണ്ടി നമുക്ക് തന്നിട്ടുള്ള നരേന്ദ്രമോദി നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുത്തഴിഞ്ഞ ഭരണകാലത്ത് അതിനെ ഒരു സർവകലാശാലയാക്കി മാറ്റി, അച്ചടക്കമുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റി, മലപ്പുറം ജില്ലയിലെ എന്ന് വേണ്ട ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും സ്നേഹവും അദ്ദേഹത്തിന്റെ വൈഭവവും തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. അത്തരത്തിൽ ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയെ, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന, ഭാരതത്തിലെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ദിശാബോധം നൽകിയിട്ടുള്ള, വ്യക്തമായ ഒരു യുവതയെ മുന്നോട്ട് നയിച്ചിട്ടുള്ള ഡോക്ടർ അബ്ദുൽ സലാം സാറിനെ പോലുള്ള ഒരാളെയാണ് നമുക്ക് നരേന്ദ്രമോദിജി സ്ഥാനാർത്ഥിയായിട്ട് ഈ മണ്ഡലത്തിലേക്ക് തന്നിട്ടുള്ളത്. ആ ഭാഗ്യം നമ്മൾ തട്ടിത്തെറിപ്പിക്കാതെ വെറും 17 കോടി മാത്രം ചെലവഴിക്കാൻ അർഹതയുള്ള ഒരു MBA വേണോ? അതിൽ പകുതി മാത്രം ചെലവഴിച്ചിട്ടുള്ള ഒരു MBA നമുക്ക് വേണോ? ശതകോടികളടക്കമുള്ള IIT അടക്കമുള്ള AIMS അടക്കമുള്ള വലിയ സ്ഥാപനങ്ങൾ നമുക്ക് വേണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാത്രമാണ് മലപ്പുറത്ത് നടക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇല്ലെങ്കിലും നരേന്ദ്രമോദി അധികാരത്തിലെത്തും. പക്ഷേ മലപ്പുറത്തിന് വേണ്ടത് അബ്ദുൽ സലാം സാറിനെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് താമര അടയാളത്തിൽ വോട്ട് നൽകിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സ്ഥാനാർത്ഥിയെ ആദ്യമായി ആരാർപ്പണം ചെയ്യുന്നത് പറപ്പൂർ മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അടുത്തതായി ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ കൌൺസിൽ അംഗം കുമ്മനം രാജേട്ടനെ ആരാർപ്പണം ചെയ്യുന്നതിനായിട്ട് മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠനെ ക്ഷണിക്കുന്നു. സ്ഥാനാർത്ഥിയെ ആരാർപ്പണം നടത്താൻ വേണ്ടി
മണ്ഡലം ജനറൽ സെക്രട്ടറി ചന്ദ്രേട്ടനെ ക്ഷണിക്കുന്നു. മാതൃകാപരമായി ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പൊതുവിതരണ സംവിധാനത്തെ മുച്ചൂടും തകർത്ത് നീതി സ്റ്റോറുകളെയും മാവേലി സ്റ്റോറുകളെയും നോക്കുകുത്തികളാക്കി പാവപ്പെട്ടവന്റെ ഭക്ഷണ സാമഗ്രികൾ പോലും നിഷേധിച്ച പിണറായി സർക്കാർ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിട്ട ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായിട്ട് കുമ്മനം രാജേട്ടനെ ക്ഷണിച്ചുകൊള്ളും. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പിന്തുണ നൽകിയും കൊലപാതകികൾക്ക് സംരക്ഷണമൊരുക്കിയും കേരളത്തിൽ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ മുങ്ങിക്കൊളിച്ച് അഴിമതി മാത്രം ദിനചര്യയാക്കി മാറ്റിയ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാർ കേരളത്തിൽ വിളിച്ചു പറയുന്നു, അടുത്തു ഈ പിണറായി സർക്കാരിന്റെ അതെ ഈ കഴിവുകെട്ട ഭരണകൂടത്തിനെതിരെയുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ അബ്ദുൽ സലാം സാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങൾ, എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. തെരഞ്ഞെടുപ്പിന് ഇനി അധികം നാളുകളില്ല. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത 26-ാം തീയതി ഈ ഭാരതം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുകയാണ്. ഭാരതം ആര് ഭരിക്കണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം. ഓരോ വോട്ടർക്കും അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന വോട്ടവകാശ എന്ന് പറയുന്നത് ഈ ഭാരതം ആര് ഭരിക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഇത് കേരളം ആര് ഭരിക്കണമെന്നുള്ളതല്ല, മലപ്പുറം ആര് ഭരിക്കണമെന്നുള്ളതുമല്ല. ഈ ഭാരതം ആര് ഭരിക്കണം. UDF-നോട് ചോദിച്ചാൽ, LDF-നോട് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? നമ്മുടെ നാട്ടിലെ വോട്ടർമാരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ 3 സ്ഥാനാർത്ഥികൾ വന്നു എന്ന് വിചാരിക്കുക. ആ 3 സ്ഥാനാർത്ഥികളോട് വസീബ്, അതുപോലെ ഇവിടെ മുഹമ്മദ് ബഷീർ, അബ്ദുൽ സലാം സാർ, ഈ 3 പേരും നിൽക്കുകയാണ്. ഭാരതം ആര് ഭരിക്കണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ, അതല്ല എങ്കിൽ നിങ്ങൾ ജയിച്ച് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ആരെ ആയിരിക്കും പ്രധാനമന്ത്രിയാക്കുക, ഈ നാട് ഭരിക്കാനുള്ള ചുമതല ആർക്ക് കൊടുക്കും എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവരുടെ ഉത്തരം? LDF-ന് എന്ത് പറയാനും? നിങ്ങളെ ജയിപ്പിച്ചു വിട്ടാൽ നിങ്ങൾ ഭരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രധാനമന്ത്രി ആരായിരിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഈ ഭാരതത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന ഭരണാധിപൻ ആരാണ്? ഭരണത്തലവൻ ആരാണ്? അത് ഈ നാട്ടിലെ വോട്ടർമാർക്കറിയണം. കാരണം വോട്ടർ നൽകുന്ന വോട്ട് ഈ ഭാരതം ഭരിക്കുന്നത് ആര് എന്നറിയാൻ വേണ്ടിയാണ്. അതിലൂടെ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തലാണ്. അല്ലാതെ ഇതൊരു പ്രാദേശിക വിഷയമല്ല. ഈ ഭാരതത്തിന്റെ ദേശീയ രാഷ്ട്രീയമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. അതിൽ UDF-ന് എന്ത് പറയാനുണ്ട്? UDF-ന്റെ സ്ഥാനാർത്ഥി എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു തിട്ടവുമില്ല. LDF-ന്റെ സ്ഥാനാർത്ഥിക്കും പറയാൻ പറ്റുമോ? ദേശീയ തലത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഭാരതത്തിന്റെ ഭരണ സംവിധാനത്തിൽ അതിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഇന്നയാളായിരിക്കുമെന്ന് പറയാൻ പറ്റുമോ? 2 കൂട്ടർക്കും പറയാൻ പറ്റില്ല. അതേസമയം ഈ ഭാരതത്തിന്റെ ഭരണചക്രം, ഈ ഭാരതത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രമായ ഡൽഹിയിൽ അവിടെ ഭരണചക്രം തിരിക്കുന്ന ഭരണത്തലവൻ ആര് എന്ന് അബ്ദുൽ സലാം സാറിനോട് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ്. അടുത്ത പ്രധാനമന്ത്രി ഈ NDA സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. അത് നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയാണ്. ഇങ്ങനൊരു ഉത്തരം UDF-ന് പറയാം, LDF-ന് പറയാം. എന്തുകൊണ്ട് പറയാൻ പറ്റുന്നു? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞു നടത്തല്ലോ, അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ്, ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് വെക്കാനുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുണ്ട്, അത് രാഹുൽ ഗാന്ധിയാണ്. എന്താ ഇപ്രാവശ്യം അത് പറയാത്ത? എന്താ ഇപ്രാവശ്യത്തെ പറ്റി മിണ്ടാത്തതെന്താ? LDF-നോട് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അത് ഈ കേരളത്തിൽ ഇട്ടാവട്ടത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ് LDF. അവർക്ക് വേറെ ഗതിയൊന്നുമില്ല. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഭാരതത്തിന്റെ വിശാലമായ രാഷ്ട്രീയ താല്പര്യങ്ങളെക്കുറിച്ച് അവർക്ക് പറയാൻ പറ്റില്ല.
അവർക്ക് ഭാരതത്തിന്റെ വിദേശ നയത്തെപ്പറ്റി പറയാൻ പറ്റൂ, പ്രതിരോധ നയത്തെപ്പറ്റി പറയാൻ പറ്റൂ, കാർഷിക നയത്തെപ്പറ്റി പറയാൻ പറ്റൂ. ഈ കേരളത്തിൽ ഇട്ടാവട്ടത്തിൽ മാത്രം കിടക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് അവരുടെ ആശയക്കുഴപ്പവും അവരുടെ ബുദ്ധിമുട്ടും അവർക്ക് പറയാൻ ഉത്തരം മുട്ടുന്നതിന്റെ കാരണവും എല്ലാം നമുക്കറിയാം. ആ സ്ഥാനാർത്ഥിക്ക് ഒന്നും പറയാനില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടിലെ വോട്ടറെ സംബന്ധിച്ചിടത്തോളം, അത് ആരുമായിക്കൊള്ളട്ടെ, വോട്ടറെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ളതാണ്. ഭാരതത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഭരണചക്രം തിരിക്കുന്ന ഒരാളുണ്ടാവണം, ഭരണാധികാരി ഉണ്ടാകണം. ഭാരതത്തിന്റെ ഭരണാധികാരി ആരാണ്? അങ്ങനെ ഒരു ഭരണാധികാരി ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ വോട്ട് വെറുതെ കളയാനുള്ളതല്ല. അതുകൊണ്ട് ഭാരതത്തിന്റെ ഭാവി ഭാഗധേയം നിർണയിക്കാൻ കഴിയുന്ന ഭരണാധികാരിയെ നിശ്ചയിക്കാൻ ഈ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു പോകേണ്ടത് അബ്ദുൽ സലാം സാറാണ് എന്ന് ഏത് കൊച്ചുകുട്ടിയും പറയും. രണ്ടാമത്തെ കാര്യം, ഈ ഭാരതത്തിൽ ഭാവിയിൽ നടപ്പാക്കേണ്ട പദ്ധതി എന്താണ്? ഭാരതം എങ്ങനെയായിരിക്കണം? ലോകത്തിന്റെ മുന്നിൽ ഭാരതത്തിന്റെ സ്ഥാനം ഏത് നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം? എന്തെല്ലാം സമഗ്രമായ പരിവർത്തനങ്ങളും മാറ്റങ്ങളും വികസനങ്ങളുമാണ് ഭാരതത്തിൽ കൊണ്ടുവരേണ്ടത്? ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള ഓരോ പടവുകളും ചവിട്ടി എങ്ങനെ പോകണം? ഈ വക കാര്യങ്ങളെക്കുറിച്ച്, ഭാവി ഭാരതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് UDF-നുണ്ടോ, LDF-നുണ്ടോ? UDF കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വടക്കേ ഇന്ത്യയിൽ ആകെയുള്ളത് ഈ ഹിമാചൽ പ്രദേശ് മാത്രമാണ്. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ, തെക്കേ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ കർണാടകത്തിലും തെലങ്കാനയിലും മാത്രമേ ഉള്ളൂ. ഇവർക്കെങ്ങനെ ഒരു ദേശീയമായി ഭാരതത്തിൽ വരുന്നത്തെ 5 വർഷക്കാലം നടപ്പിലാക്കാൻ പോകുന്ന ഒരു വൻ പദ്ധതിയെക്കുറിച്ച് പറയാൻ പറ്റും? പണ്ടൊക്കെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ചോദിച്ചുകൊണ്ട് നടന്നിരുന്നൊരു കാലമാണ്. ഏത് പരിപാടി നടത്തുമ്പോഴും അവരുടെ ഒരു മുദ്രാവാക്യമാണ്, ആരാ നിങ്ങളുടെ നേതാവ്, എന്താ നിങ്ങളുടെ പരിപാടി, അരി എവിടെ, തുണി എവിടെ, പണി എവിടെ? ഇതേ ചോദ്യം അവരോട് ചോദിക്കുകയാണ്. ഈ മുദ്രാവാക്യം മുഴക്കി നടന്നിരുന്ന അവരോട് ചോദിക്കുക, ആരാ നിങ്ങളുടെ നേതാവ്, ദേശീയ നേതാവ് ആരാണ്, പറയട്ടെ. ഇവിടെ NDAക്കെതിരെ മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിയാണ്. ആ ഇന്ത്യ മുന്നണിയുടെ നേതാവ് ആരാണ്? അവരാണല്ലോ ഇതിനെതിരായിട്ട് മത്സരിക്കുന്നത്. NDA മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDF UDF കൂടെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യ മുന്നണി. അവർ ഇന്ത്യ എന്ന് പറയും. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വ്യാകരണ പ്രശ്നമുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം വരുന്ന അലയൻസ് എന്നാണ്. പിന്നെ മുന്നണി എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ 2 മുന്നണി വരും. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണി അതിൽ LDF ഉണ്ട്, UDF ഉണ്ട്. എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് മത്സരിക്കുന്നത്? എന്തിനാണ് തമ്മിൽ എന്തിന് മത്സരിക്കണം? ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ കാഴ്ചപ്പാടുണ്ടെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയ വിഷയമാണെങ്കിൽ, നിങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ മലപ്പുറത്ത് വന്ന് എന്തിന് മത്സരിക്കണം? ഇവിടുത്തെ വോട്ടർമാർ മുഴുവൻ ചോദിക്കുകയാണ് 2 സ്ഥാനാർത്ഥികളോട്, സ്ഥാനാർത്ഥിക്ക് ഉത്തരവുണ്ടോ? എന്തിനിവിടെ മത്സരിക്കണം? ഉത്തരമില്ല. കാരണം ഈ കേരളത്തിന്റെ അതിർത്തി അങ്ങോട്ട് വിട്ടാൽ ഈ 2 സ്ഥാനാർത്ഥികളും അവർ സുഹൃത്തുക്കളാണ്. അവർ ചേട്ടൻ ബാവയും അനിയൻ ബാവയും ആയിട്ടാണ് നടക്കുന്നത്. 2 പേരും കെട്ടിപ്പിടിച്ച് വർത്താനം പറഞ്ഞാണ് നടക്കുന്നത്. കാരണം അവർ 2 പേരും കൂടെ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഒരേ വേദിയിൽ ഇരുന്നു കൊണ്ടാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് അവർ തമ്മിൽ എന്ത് വ്യത്യാസം? അവർ തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, അത് മറ്റൊരു കാര്യമാണ്. പക്ഷെ അവർക്ക് ഒരു കാര്യത്തിൽ യോജിപ്പുണ്ട്. അങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വ്യക്തമായ രാഷ്ട്രീയമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഈ ഭാരതത്തിൽ ഭാവിയിൽ നടത്താൻ പോകുന്ന ഒരു വലിയ പദ്ധതിയെക്കുറിച്ചോ പരിപാടിയെക്കുറിച്ചോ കർമ്മപദ്ധതിയെക്കുറിച്ചോ ചിന്തിച്ചിട്ട് യോജിച്ച ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഒരു കാര്യത്തിൽ മാത്രമേ അവർക്ക് യോജിപ്പുള്ളൂ, അത് BJPയെ തോൽപ്പിക്കണം, NDA തോൽപ്പിക്കണം, ഇത്രയേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊരു ഭക്ഷ്യ നയമില്ല, അതിന്റെ അപ്പുറത്തേക്കൊരു സാമ്പത്തിക നയമില്ല, അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു വിദേശ നയമോ കാർഷിക നയമോ ഒന്നുമില്ല. ഒരു ഭാരതത്തിന്റെ ദേശീയ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ ഭാരതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും ഭരണക്രമങ്ങളും ഭരണ വിഷയങ്ങളും ഭരണ നയങ്ങളും ഒന്നും തമ്മിൽ അവർ ചിന്തിച്ചിട്ടില്ല. അവർക്കൊരു കൺവീനർ രാജിവെച്ച് പോയിട്ട് ഇന്നേ അവരൊരു കൺവീനർ എടുക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഇന്ത്യ മുന്നണി. LDF-ഉം UDF-ഉം ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലില്ല എന്ന് കോൺഗ്രസിന് പറയാവോ?
അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് പറയാമോ? അല്ലെങ്കിൽ CPIക്കും CPMനും പറയാമോ? പറയട്ടെ, ഞാൻ വെല്ലുവിളിക്കുക. ഈ മലപ്പുറത്ത് വന്ന് നിന്നിട്ട് ഞങ്ങൾ ആരും ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ആരും ഒരു മുന്നിൽ ഇല്ല, അവർ രണ്ടുപേരും ഒരു മുന്നണിയിലാണ്. പിന്നെ എന്തിനു മത്സരിക്കണം? ഇതൊരു കളിപ്പീരാണ്, നമ്മളെയൊക്കെ കളിപ്പിക്കുകയാണ്, നമ്മുടെ അടുക്കൽ വന്ന് വേഷം കെട്ടുകയാണ്. ഇതൊരു നാടകമാണ്. നാടകത്തിലെ അഭിനേതാക്കളാണ് വസീബ്, ഈ മുഹമ്മദ് ബഷീർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അവർ നടന്മാരാണ്. പക്ഷെ നമ്മുടെ അബ്ദുൽ സലാം സാർ, അദ്ദേഹത്തിന് നാട്യങ്ങളില്ല, കാപട്യമില്ല. അദ്ദേഹം സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് അഴിമതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു രീതിയിലുള്ള പ്രച്ഛന്ന വേഷം ധരിച്ച് വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. അഴിമതി കാണിക്കേണ്ട കാര്യമില്ല. മറ്റവർ പ്രച്ഛന്ന വേഷധാരികളാണ്. അവർ വേഷം കെട്ടി വന്നവരാണ്. നമ്മൾ സ്കൂളിലൊക്കെ ഫാൻസി ഡ്രസ് എന്ന് പറയും. ഇഷ്ടമുള്ള വേഷം കെട്ടി വരാം. അപ്പോൾ അത് തോന്നും അതാണ്. പക്ഷെ അതിന്റെ പിന്നെ വേറെ ആളാണ് എന്ന് പറയുന്നത് പോലെ പ്രച്ഛന്ന വേഷ രാഷ്ട്രീയമാണ് ഇവിടെ LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് യാതൊരു വേഷം കെട്ടലുമില്ല. അബ്ദുൽ കലാം സാർ പച്ചയായ മനുഷ്യൻ, യാതൊരുവിധ കൃത്രിമത്വവുമില്ലാത്ത, യാതൊരുവിധ വളച്ചു കെട്ടലുമില്ലാത്ത സത്യസന്ധ രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. അത് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത് നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. അല്ലാതെ സ്വപ്നം കണ്ട് ഏതെങ്കിലും വിധത്തിൽ അങ്ങ് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ജനങ്ങളുടെ 10 വോട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ ഒന്നും ഒരു സാങ്കല്പിക ലോകത്തല്ല അദ്ദേഹം. യാഥാർത്ഥ്യങ്ങൾ വെച്ചുകൊണ്ട് വസ്തുതാപരമായി കാര്യങ്ങൾ പറയുകയാണ്. ഇന്ന് വികസന രേഖ, ഈ മണ്ഡലത്തിന്റെ വികസന രേഖ കാട്ടുകയുണ്ടായി, പുറത്തിറക്കിയുണ്ടായി. എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം 4 പേജിൽ വേറെ വിശദമായി 10-40 പേജൊന്നും അച്ചടിച്ച് ജനങ്ങളെ വായിച്ച് ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. വളരെ ബുള്ളറ്റ് പോയിന്റ്സ്, വളരെ കാച്ചിക്കുറുക്കിയെടുത്ത വാചകങ്ങൾ മാത്രം പറഞ്ഞു. എന്ത് ചെയ്യും? ഇവിടുത്തെ വ്യവസായം, വ്യാപാരം, വാണിജ്യം, കാർഷികം, വിദ്യാഭ്യാസം, ആരോഗ്യം, എല്ലാ മേഖലകളിലും എന്ത് മാറ്റമാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം ഇന്ന് വികസന രേഖ പുറത്തിറക്കിക്കൊണ്ട് പറയുകയുണ്ടായി. ആർക്കും ഒരു സംശയവും വേണ്ട, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. കാരണം അദ്ദേഹം ഇത് പറയുന്നത് അങ്ങ് ഡൽഹിയിൽ കരുത്തനായ ഒരു പ്രധാനമന്ത്രിയോടൊപ്പം നിന്നുകൊണ്ട് ഈ മലപ്പുറം മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ട വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ വേണ്ടിയാണ്. വോട്ട് തട്ടിയെടുക്കുക എന്ന വെറും താൽക്കാലികവും നൈമിഷികവും ആയ സ്വാർത്ഥപരമായ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, ഈ നാടിനു വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്. ഈ മലപ്പുറത്തിന് വേണ്ടിയാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്. വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് അർഹതയുണ്ട്. കാരണം ഈ മലപ്പുറം മണ്ഡലത്തിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കൃത പദ്ധതികൾ ധാരാളം നടപ്പിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ, പാവങ്ങളായ, ഇവിടുത്തെ നിർധനരായ നിരവധി സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനിയും ധാരാളം ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹത്തിന് പറയാൻ അവകാശമുണ്ട്. കാരണം ചെയ്തതിന് ശേഷമാണ് ചോദിക്കുന്നത്. ഞാനത് പറയാം. എന്താണ് ഈ മലപ്പുറം മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? നമുക്ക് വേണ്ടത് കുടിക്കാൻ വെള്ളം വേണം, കഴിക്കാൻ ആഹാരം വേണം, കയറിക്കിടക്കാൻ ഒരിടം, പാർപ്പിടം വേണം, ശൗചാലയങ്ങൾ വേണം, വൈദ്യുതി വേണം. അതുപോലെ നമ്മുടെ നാട്ടിൽ നല്ല നല്ല റോഡുകൾ വേണം. ഇതൊക്കെയല്ലേ നമുക്ക് ആവശ്യം? ഇവിടുത്തെ എതിർ സ്ഥാനാർത്ഥികൾ LDFനും UDFനും പറയാമോ, നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ മലപ്പുറം മണ്ഡലത്തിൽ എത്ര പേർക്ക് കുടിവെള്ളം കൊടുത്തു? എത്ര പേർക്ക് അരി കൊടുത്തിട്ടുണ്ട്? സൗജന്യ അരിയാണ് കൊടുത്തിരിക്കുന്ന മോഡി. എത്ര പേർക്ക് ഇവിടെ ഇൻഷുറൻസ് പദ്ധതി, ഇവിടെ എത്ര പേർക്ക് വായ്പാ പദ്ധതിയുടെ ഗുണഫലങ്ങൾ കിട്ടി? ഇവിടെ എത്ര പേർക്ക് പല വിധത്തിലുള്ള പെൻഷൻ കിട്ടി? ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ള മോഡി സർക്കാരിന്റെ വക്താവായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്.
അതുകൊണ്ട് ഞാൻ പറയാം, ഈ മലപ്പുറം ജില്ലയിൽ കുടിവെള്ളത്തിന് വേണ്ടി 76,464 ടാപ്പ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഇത് കണക്കാണ്. ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും പുകമറ സൃഷ്ടിച്ച് ഇവിടത്തെ തെറ്റായ രീതിയിൽ ആളുകളെ വശീകരിച്ച് വോട്ട് നേടിയെടുക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല. ഇത് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കാണ്. ഇത് BJPയുടെ ഓഫീസിലിരുന്ന് തയ്യാറാക്കുന്ന കണക്കല്ല. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കാണ്, രേഖയാണ്. അത് കാരണം അവിടുന്ന് കൊടുത്ത പണമാണ്. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി 76,464 വാട്ടർ ടാപ്പുകൾ പണിയാൻ കൊടുക്കാൻ, അതിനുള്ള പൈപ്പ്, അതിനുള്ള വാട്ടർ ടാങ്കുകൾ പണിയാൻ, അതിനുള്ള സൗകര്യങ്ങൾ എല്ലാത്തിനും വേണ്ടി പണം കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിൽ നിന്നും ഇവിടെ ഇത്രയും നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടിന്റെയും അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കണക്കാണ് 76,464. അതുപോലെ മരുന്ന്, നമുക്ക് ആവശ്യമില്ല മരുന്ന്. പാവങ്ങൾ 20% മാത്രം വില കൊടുത്താൽ മതി ഔഷധി കേന്ദ്രങ്ങൾ. 20% നമ്മൾ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ പോയി ചോദിച്ചു വാങ്ങിക്കുന്ന മരുന്നിന്റെ 20% മാത്രം കൊടുത്താൽ പാവങ്ങൾക്ക് വേണ്ടി ജനൌഷധി കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എത്രയുണ്ടെന്നറിയാമോ? ഈ മലപ്പുറം ജില്ലയിൽ 59 ജനൌഷധി കേന്ദ്രങ്ങളുണ്ട്. ഒരേ പാവങ്ങൾക്ക് ഇതല്ലേ ആവശ്യം? ഈ സാധാരണ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമല്ലേ ഇത്? വല്ലതും LDF UDF ചെയ്തോ? ഞാനതുകൊണ്ടാണ് സാങ്കല്പികമായിട്ട് 3 സ്ഥാനാർത്ഥികൾ ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിച്ചു. ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്ക്, നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇനി ആയുഷ്മാൻ പദ്ധതി, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ആയുഷ്മാൻ പദ്ധതിയുണ്ട്. ആ ആയുഷ്മാൻ പദ്ധതി അനുസരിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കിയിരിക്കുന്നു. എത്ര പേർക്ക് അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ടെന്നറിയാമോ? 5 ലക്ഷം രൂപ ഓരോരുത്തർക്കും അത്രയും രൂപയുടെ മരുന്ന് കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ മരുന്ന് എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ടെന്നറിയാമോ? 3,56,023 പേർക്ക് കൊടുത്തിട്ടുണ്ട്. കണക്ക് വെറുതെ പറയുന്നതല്ല. ഞാൻ ചോദിക്കട്ടെ, LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? അഭിസംബോധന ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവർ പറഞ്ഞു വരുത്തുന്ന വേറെ വിഷയങ്ങളാണ്. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ കർഷകർ, ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ എത്രയോ കർഷകരുണ്ട്. അവർക്കൊക്കെ 6,000 രൂപ വെച്ച് കിട്ടിയിട്ടില്ലേ? 6,000 രൂപ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്നറിയാം? ഇവിടെ 94,785 പേർക്ക് ഈ മലപ്പുറം മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ഇരിക്കുന്ന പലർക്കും കിട്ടിയിട്ടുണ്ട് 6,000 രൂപ, മാസം 500 രൂപ. പക്ഷെ ഇവിടെ കേരള ഗവൺമെന്റ് ചെയ്യുന്ന എന്താ? സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങി. ഇവിടുത്തെ വാർദ്ധക്യകാല പെൻഷൻ, അവശകലകാരന്മാരുടെ പെൻഷൻ, എത്ര പെൻഷനാണ്? എല്ലാ പെൻഷനും ഇവിടെ മുടങ്ങി. ഇവിടെ പലതും കിട്ടേണ്ടതെല്ലാം മുടക്കിയില്ലേ? ഇനി സൗജന്യ അരി, ഈ ഗവൺമെന്റ് മോഡി സർക്കാർ ഈ മലപ്പുറത്ത് സൗജന്യ അരി 5 കിലോ അരി എത്ര പേർക്ക് കൊടുക്കുന്നുണ്ടെന്നറിയാമോ? 7,09,182 പേർക്ക് കൊടുക്കുന്നു. സൗജന്യ അരി കൊടുക്കുന്നുണ്ട്. അതേസമയം വാസ്തവത്തിൽ ഇത്രയും പേർക്ക് ഈ മണ്ഡലത്തിൽ അരി കൊടുക്കുന്ന ആ മോഡി അന്നദാതാവാണ്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിക്കാൻ 46 ലക്ഷം ടൺ അരി വേണം ഒരു വർഷം. 46 ലക്ഷം ടൺ അരി വേണം. പക്ഷെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് 7.5 ലക്ഷം ടൺ അരിയാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. 15.5 ലക്ഷം ടൺ അരി മോഡി കൊടുക്കുന്നതാണ്. 15.5 ലക്ഷം ടൺ അരി മോഡി റേഷൻ കടകളിൽ കൊടുക്കാൻ ഈ കേരളത്തിന് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ 5 കിലോ അരി സൗജന്യമാണ്. അത് സൗജന്യമാണ്. മറ്റേതിന് റേഷൻ കടയിൽ വില കൊടുക്കണം. അത് ചുരുങ്ങിയ വില കൊടുക്കണം. അന്നദാതാവാണ് നമ്മുടെ മോഡി. മുഖ്യമന്ത്രി അല്ലയോ മുഖ്യമന്ത്രി? നിങ്ങൾ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഉച്ചക്കഞ്ഞി മുടക്കിയില്ലേ? നിങ്ങൾ അംഗനവാടിയിൽ കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? അല്ലയോ പിണറായി, നിങ്ങൾ അന്നം മുടക്കിയാണ്. ഇവിടുത്തെ പാവങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ട അന്നം നിങ്ങൾ മുടക്കി. നിങ്ങൾ അന്നം മുടക്കിയാണ്. മോഡി അന്നദാതാവാണ്. അതാ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മോഡിയും പിണറായിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്.
ഇതൊക്കെ സത്യമാണ്. ഇതൊന്നും വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞു നടക്കുന്ന കാര്യമല്ല. ഇനി വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. ആ വീടുകൾ ഈ മണ്ഡലത്തിൽ, ഈ മലപ്പുറത്ത് 12,624 വീടുകൾ വെച്ചു. 12,624 വീടുകൾ വെച്ചു. ഒരേ ഇനി മാനിഫെസ്റ്റോയിൽ പറയുന്നു അടുത്ത 5 വർഷം ഭരിക്കുമ്പോൾ എല്ലാവർക്കും വീട്. ഇവിടെ ഭവനരഹിതരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഭൂരഹിതരാരുമില്ല. ഭവനരഹിതരാരുമില്ല എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം ഭൂരഹിതരാരുമില്ല എന്നാണ്. കാരണം സ്ഥലം ഉണ്ടെങ്കിലേ വീട് വെക്കാൻ പറ്റും. അപ്പൊ സ്ഥലമില്ലാത്തവർക്കും വീട് കൊടുക്കും. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വാങ്ങി വീട് വെച്ചു കൊടുക്കും. ഈ അടുത്ത 5 വർഷം കൊണ്ട് ഭവനരഹിതർ ഉണ്ടാവില്ല, ഭൂരഹിതരുണ്ടാവില്ല. ഇവിടെ 2.5 ലക്ഷം 3 ലക്ഷത്തോളം ഭൂരഹിതരുള്ള കേരളമാണ്. അവർക്ക് ഭൂമിയില്ല. ഇവിടുത്തെ ആദിവാസി സഹോദരങ്ങളുണ്ട്, പട്ടികജാതിപ്പെട്ടവരുണ്ട്, പാവങ്ങളുണ്ട്, നിർധനരായിട്ടുള്ളവരുണ്ട്. ഭൂമിയില്ല. ആ വക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പോവുകയാണ്. അടുത്ത 5 വർഷത്തിനകം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, കൊടുക്കും. അതുപോലെ 70 വയസ്സ് കഴിയുന്നവർക്ക് സൗജന്യ ചികിത്സ വാഗ്ദാനമാണ്. അത്രയും പേർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സ കൊടുക്കുന്ന പറയുന്നത് ചെറിയ കാര്യമാണ്. കൊടുക്കും. അതുപോലെ തന്നെ ജനൌഷധി കേന്ദ്രങ്ങൾ എല്ലായിടത്തും വരാൻ പോവുകയാണ്. എല്ലായിടത്തും ജനൌഷധി കേന്ദ്രങ്ങൾ വരാൻ പോവുകയാണ്. ഇനി റോഡുകൾ, 58 റോഡുകൾ വാസ്തവത്തിൽ വികസിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ഏതാണ്ട് ഈ 127 പദ്ധതികൾ. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. പക്ഷേ ഈ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഈ ഗവൺമെന്റ് ഈ നാട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ട്? അവരുടെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ട്? ഈ വോട്ട് തേടാൻ വരുമ്പോൾ ഇതുപോലുള്ള പ്രചരണ യോഗങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന കാര്യം പറയുന്നുണ്ടോ? അവർ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ്. ദുർബലമായ വികാരങ്ങൾ, മതവികാരങ്ങളെ ഇളക്കിവിടുകയാണ്. ഞാൻ ഇന്നത്തെ ഒരു പത്രം കണ്ടു, ഞാൻ അത് കൊണ്ടുവരികയാണ്. ഇതാണ് ഒരു പത്രത്തിൽ എഴുതിയിരിക്കുകയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ 2ാം കിട പൗരന്മാരാകും. ഇടതില്ലെങ്കിൽ, ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പടം ഇതൊക്കെ വെച്ച് ഒരു ഫുൾ പേജ് പരസ്യം. ഇതാണ് ഇവരുടെ പ്രചരണം. വല്ല സത്യമുള്ള കാര്യമാണ്, വല്ല സത്യമുള്ള കാര്യമാണ്. ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇന്ത്യയില്ല. ഇതെന്തൊരു കാര്യമാണ്? ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇന്ത്യയില്ല. ആകെ ഈ കേരളത്തിൽ പശ്ചിമ ബംഗാളുകാർക്ക് മനസ്സിലായി, പണ്ടേ അവരവിടെ നാട്ടിപ്പുറത്താക്കി. ത്രിപുരയിൽ നിന്നും അവരും ആട്ടിപ്പുറത്താക്കി. ആകെയുള്ള അവശേഷിക്കുന്നത് ഇവിടെയാണ്. ഇവരില്ലെങ്കിൽ ഇന്ത്യയില്ലെന്നാവും. ഇനി ന്യൂനപക്ഷങ്ങളുടെ കാര്യം. ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നവർ ന്യൂനപക്ഷ സഹോദരങ്ങളോടൊപ്പം ഇരുന്നു കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോഴാണ്. ഹജ്ജ് തീർത്ഥാടകർക്ക് ഏറ്റവും അധികം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇപ്പോഴാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഹജ്ജ് നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് ഇപ്പോഴാണ്. ഈ ഹജ്ജ് നടത്താൻ വേണ്ടി പോകുന്ന മക്കയിലും മദീനയിലുമൊക്കെ ആ സൗദി അറേബ്യയിൽ അതിന്റെ രാജാവ് പറയുന്നത് എന്താണെന്നറിയാമോ? സൗദി രാജാവ് അദ്ദേഹം പറയുന്നത് മോഡി എന്റെ സഹോദരനാണ്, മോഡി എന്റെ സഹോദരനാണ്. സൗദി രാജാവ് പറഞ്ഞതാണ്. ഇതിനേക്കാൾ വലിയൊരു മുസൽമാൻ വേറെ ഉണ്ട്. ആ മുസ്ലിങ്ങളുടെ പുണ്യതീർത്ഥ ഭൂമിയായ ആ മക്കയിൽ അതിന്റെ ഭരണാധികാരി പറയും മോഡി എന്റെ സഹോദരനാണ്, സഹ ഉദരനാണ്, ഒരേ ഉദരത്തിൽ പിറന്നവരാണ്, കൂടപ്പിറപ്പാണ്. എന്താ പറയുന്നതിനർത്ഥം? അത്ര പോലും വൈകാര്യമായ ഐക്യം വെച്ച് പുലർത്തുന്നവരാണ്, ഹൃദയബന്ധം വെച്ച് പുലർത്തുന്നവരാണ്. അദ്ദേഹത്തിന് പോലും തോന്നിയിട്ടില്ല. ഹജ്ജിന് പോകുന്നവർക്കൊക്കെ ഇത്രയും സഹായം. ഇവിടെ ഒരു മുസ്ലിം സഹോദരന് എന്ത് സംഭവിച്ചു എന്നവർ ഇപ്പൊ സി എ പറഞ്ഞ ആൾ നടക്കുന്നു. ഞാൻ അതിലേക്കും വരാം. അതുകൂടെ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ എന്താണ് സി എ എന്താണ് എന്ന് LDFന്റെയും UDFന്റെയും ഒരു സ്ഥാനാർത്ഥിയും നേതാവും ജനങ്ങളോട് പറയത്തില്ല. ഇന്നേ വരെ അവർ വിശദീകരിച്ചിട്ടില്ല. എന്താണ് അതിൽ പറയുന്നതെന്ന് ഇന്നേ വരെ വിശദീകരിച്ചിട്ടില്ല. എന്നാൽ ഞാനങ്ങ് പറഞ്ഞേക്കാം. അതിൽ പറയുന്നത് എന്താണ്? അതിൽ പറയുന്നത് ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ മതപീഡനം മൂലം അവിടുത്തെ വെറും ന്യൂനപക്ഷമായിട്ടുള്ള
അവിടുത്തെ ബൗദ്ധർ, സിഖുകാർ, ജൈനർ, ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, പാഴ്സികൾ അവർക്ക് മതപീഡനം മൂലം ആ നാട് വിട്ട് ഭാരതത്തിൽ അഭയം തേടിയപ്പോൾ, ഭാരതമല്ലാതെ വേറെ എങ്ങോട്ട് പോകാനാണ് അവർ? ഭാരതത്തിൽ അഭയം തേടിയപ്പോൾ അവർ പൗരത്വം ചോദിച്ചു, ഞങ്ങൾക്ക് ഈ ഭാരതത്തിൽ പൗരത്വം തരും, ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾക്ക് പൗരത്വം തരും. അവർക്ക് പൗരത്വം കൊടുക്കാൻ ഒരു നിയമം ഉണ്ടായി. ഇത് അതിലെന്താ തെറ്റ്? ഇനി മുസ്ലിം രാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾക്ക് പീഡനം അനുഭവിച്ച ഏതെങ്കിലും മുസ്ലിം ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഏതെങ്കിലും മുസ്ലിമിന്റെ അപേക്ഷയുണ്ടോ? ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. ഇവർ ഈ പറയുന്നവർ പറയട്ടെ, അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തിട്ട് ഈ അപേക്ഷ തള്ളിപ്പോയി, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു സംഭവമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് ആര് ഭാരതത്തിൽ വന്ന് താമസിച്ചു കഴിഞ്ഞാലും നിശ്ചിതമായ ഒരു കാലയളവ് കഴിഞ്ഞാൽ അവർക്ക് പൗരത്വം കൊടുക്കാൻ സിറ്റിസൺസ് ആക്ട് വേറെ ഉണ്ട്. അത് പണ്ടുകാലം മുതലേ ഉള്ള ആക്ടാണ്. അത് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് ആർക്കും ഇവിടെ പൗരത്വം നിഷേധിക്കുന്നില്ല. അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു നിയമം വേണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത് ആരാണ്? കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിന്റെ പഴയ പ്രധാനമന്ത്രിമാരാണ്. നമ്മുടെ ലോക്സഭാ രേഖകളിലുണ്ട് അവരുടെ പ്രസംഗം. അവരാരും ഇന്നേവരെ അത് നിഷേധിച്ചിട്ടില്ല. ഞങ്ങൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അന്നൊക്കെ ഇത് ആവശ്യപ്പെട്ടു. നരേന്ദ്രമോദി ഇതെല്ലാം നടപ്പിലാക്കിയപ്പോഴേക്കാണ് പ്രയാസം. ഇത് AK ഗോപാലിന് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്, SA ഡാങ്കെ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ഇവരൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ട് ഇപ്പോൾ ഇത് നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രതിഷേധമായിട്ട് രംഗത്ത് വരികയാണ്. എന്തിനാണ് ഈ പ്രതിഷേധം? അതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങൾ, നിങ്ങൾക്കെതിരായിട്ട് ഒരു നിയമനിർമ്മാണവും ഇവിടെ ഇല്ല. ഈ പറയുന്നത് പോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാം കിട പൗരന്മാരാകും എന്ന് പറയുന്നത് ഇടതുപക്ഷ ഭരണം വന്നാലാണ്. അവർ കാര്യം ഒരു മതക്കാരെയും അവർ വചവെക്കുന്നവരല്ല, അവർക്ക് വിശ്വാസമില്ലാത്തവരാണ്. അവർ വിശ്വസിക്കുന്നത് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിലാണ്, നിരീശ്വരവാദത്തിലാണ്. അങ്ങനെയുള്ളവർ ഒരു നാട്ടിൽ ഒരുപക്ഷെ മതവിശ്വാസികൾക്ക് ഒരുപക്ഷെ രണ്ടാം പൗരന്മാരാകേണ്ടി വരും. അല്ലാതെ ഈ തരത്തിൽ മോഡി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാകും എന്ന് ഇത്തരത്തിൽ മുസ്ലിം ഒരു സഹോദരിയുടെ ചിത്രം, ഒരു ക്രൈസ്തവ സഹോദരിയുടെ ചിത്രമൊക്കെ വെച്ച് എന്തിനിങ്ങനെ വോട്ട് പിടിക്കണം? ഇത് വാസ്തവത്തിൽ ഇലക്ഷൻ നിയമത്തിന് വിരുദ്ധമാണ്. ഇതിങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ അവർ അവസാനത്തെ ആയുധം എടുക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം ഉപയോഗിച്ച് പരാജയപ്പെട്ടു. ഇനി മതവികാരം കുത്തിയിളക്കി ഇവിടത്തെ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ഇളക്കിവിട്ട് അത് BJPക്ക് എതിരാക്കി വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ആശയമില്ല, ആദർശമില്ല, പറയാൻ പരിപാടിയില്ല, പദ്ധതിയില്ല, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയാൻ നിവൃത്തിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് വില കുറഞ്ഞ വളരെ വളരെ ആപൽക്കരമായ മതവികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇളക്കി വിട്ടുകൊണ്ട് ഇവർ ഈ കളി നടത്തുന്നത്. ഈ തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. വാസ്തവത്തിൽ ഇത്തരത്തിൽ ഉള്ള പ്രബുദ്ധ ജനത, ഇത്തരത്തിൽ കേരളത്തിലെ പ്രബുദ്ധ ജനത അവരിതൊക്കെ തള്ളിക്കളയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാനാർത്ഥി അബ്ദുൽ സലാം സാർ, അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ വസ്തുതാപരമായി പഠിച്ചിട്ടുള്ളവരാണ്. മാത്രവുമല്ല, ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അദ്ദേഹം പ്രാപ്യനാണ്. ഏതവസരത്തിൽ ആർക്കും അദ്ദേഹത്തിന്റെ അടുക്കൽ സംസാരിക്കാൻ, കാര്യങ്ങൾ തുറന്നു പറയാൻ, അവർക്ക് വേണ്ടി വാദിക്കാനും ശബ്ദിക്കാനും തയ്യാറാണ്. അതുകൊണ്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇനി അടുത്ത ആരാകും എന്നുള്ള കാര്യത്തിൽ ഇവിടുത്തെ ആർക്കും യാതൊരു സംശയവുമില്ല. അത് നരേന്ദ്രമോദി തന്നെയാണ് എന്നെല്ലാവരും അംഗീകരിച്ചു. 400-ൽ പരം സീറ്റ് കിട്ടും എന്ന് NDA പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുക തന്നെ ചെയ്യും. അത് മല്ലികാർജുൻ ഖാർഗെ പോലും സമ്മതിച്ചതാണ്. 400-ൽ പരം സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, ശരിയാണ്. പക്ഷെ അപ്പോഴും അതുകൊണ്ട് നമുക്ക് എല്ലാം പൂർത്തിയായി എന്ന് പറയാനൊക്കില്ല. മലപ്പുറത്ത് നിന്നും നമുക്കൊരു MP വേണം. അദ്ദേഹം MP ആയി കഴിഞ്ഞാൽ അബ്ദുൽ സലാം സാർ അവിടെ ചെന്ന് നമുക്ക് വേണ്ടി വാദിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഈ മലപ്പുറം ഈ മണ്ഡലത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പഠിച്ച് മനസ്സിലാക്കി വികസന പദ്ധതി തയ്യാറാക്കി
സർവതോമുഖമായ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കേന്ദ്രത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇവിടെ മത്സരിപ്പിക്കണം എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നിഷ്കർഷിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലും ഇതുപോലുള്ള ഒരാളിനെ കിട്ടും എന്ന് വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കും. നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. ഒരു മന്ത്രി നമുക്ക് വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും വേണം. അത് ഈ നാടിന്റെ സമഗ്ര പുരോഗതിക്ക് ആവശ്യമാണ്. ഈ കള്ളപ്രചരണങ്ങൾക്ക് ചുട്ട മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ 26-ാം തീയതി അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ഇനിയുള്ള 6 ദിവസം കഠിനാധ്വാനം, വീട് വീടാന്തരം കയറിയിറങ്ങി എല്ലാവരുടെയും ഹൃദയത്തിൽ താമര വിരിയട്ടെ. എല്ലാ വോട്ടർമാരുടെയും ഹൃദയത്തിൽ താമര വിരിയട്ടെ. അങ്ങനെ 26-ാം തീയതി പോളിംഗ് ബൂത്തുകളിൽ താമര വിരിയട്ടെ. അങ്ങനെ ഈ മണ്ഡലത്തിൽ താമര വിരിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സ്ഥാനാർത്ഥിയെ ഷാവണിക്കുന്നതിന് വേണ്ടി 66-ാം ബൂത്ത് പ്രസിഡന്റ് KK വേലാതനെയും 61-ാം ബൂത്ത് പ്രസിഡന്റ് ലക്ഷ്മണനെയും ക്ഷണിച്ചു. രമേശിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലാ NDA സ്ഥാനാർത്ഥി കൂടിയായ അബ്ദുൽസലാം സാറിനെ ക്ഷണിച്ചു. കുമ്മനം രാജശേഖരൻ സാർ അവരുകളെ, ഈ വേദിയിലിരിക്കുന്ന NDAയുടെ മുതിർന്ന നേതാക്കളെ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ 4-5 പോയിന്റുകൾ മാത്രമേ പറയത്തുള്ളൂ. ആദ്യം പറയാവുന്ന പോയിന്റ്, ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 2 ദിവസത്തിന് മുമ്പ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്കൽ കൺസൾട്ടൻസ് നടത്തിയ സർവേയുടെ ഫലമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ഞാൻ അവിടെ കാണുകയായിരുന്നു. 4365 പേരുടെ സർവേയുടെ ഫലം. കഴിഞ്ഞ ഇലക്ഷന് നമ്മുടെ വോട്ട് പെർസെന്റേജ് 4.9 ആയിരുന്നു എങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് NDAയുടെ പെർസെന്റേജ് 19% മാറി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. 4.9% എന്ന് പറഞ്ഞാൽ 69,000 വോട്ടുകൾ. 19% എന്ന് പറഞ്ഞാൽ 2.8 ലക്ഷം വോട്ടുകൾ. ഏതാണ്ട് 4 ഇരട്ടി വോട്ടുകൾ നമ്മുടെ പാർട്ടിക്ക് കിട്ടും എന്നുള്ള ശുഭവാർത്ത ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്നും പറയുന്നത് 70% മുസ്ലിം ഭവനങ്ങളിൽ നേരത്തെ എത്താൻ നമ്മൾ പരാജയപ്പെട്ടു. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ പ്രവർത്തകർ അത് മാറ്റിമറിച്ച് മുസ്ലിം സഹോദരങ്ങളുടെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ തുടങ്ങി. അതിൻ്റെ അനുഭവം ഞാൻ പറയുന്നു.
എന്റെ സുഹൃത്ത് മിസ്റ്റർ വിനോദും പാർട്ടികളും 300 മുസ്ലിം കയറിയപ്പോൾ 80% ആൾക്കാരും അവരെ സ്നേഹത്തോടെ ആലോചിക്കൂ. ബാക്കിയുള്ള ദിവസം നമുക്ക് മുസ്ലിം സഹോദരങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്താനുള്ള എഫർട്ട് ആരംഭിക്കാം. ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയുടെ 15 പോയിന്റ് അടങ്ങിയ വികസന അജണ്ട റിലീസ് ചെയ്തു. അതിൽ വളരെ വ്യക്തമായിട്ട് സമസ്ത മേഖലകളിലും നാം എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ളത് തന്നെയാണ്, അത് തീർച്ചയായും ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ളത്, വി ബിലീവ്, നമ്മൾ വിശ്വസിക്കുന്നു, ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ്, വികസനത്തിന്റെ പൊളിറ്റിക്സ് ആണ്. നരേന്ദ്രമോദി ചെയ്ത ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ്, അതാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ വല്ലപ്പോഴും മാത്രം ഹേറ്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ചെറുതാക്കുന്ന വർത്തമാനങ്ങൾ നമ്മൾ കുറച്ച്, നമുക്ക് മറ്റത് ഒരുപാട് പറയാനുണ്ട്. മോഡിജി 350ഓളം പ്രോഗ്രാം കൊണ്ടുവന്ന് എല്ലാ വീട്ടിലും എത്തിച്ചത് നമ്മുടെ കുമ്മനം രാജശേഖര സാർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഹേറ്റ് വേണ്ട, കോംറേഡ്ഷിപ്പ് മതി, സൗഹൃദം മതി, നമ്മുടെ വികസന അജണ്ട മാത്രം മതി. അതുകൊണ്ട് നമുക്ക് ഞാൻ ഈ പറഞ്ഞ ഡെവലപ്മെന്റ് സെൻട്രിക് ഇലക്ഷൻ ക്യാമ്പയിൻ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നീട് ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പാർട്ടി ഹിന്ദു പാർട്ടി അല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. നിങ്ങൾ ഭാരതീയ ഹിന്ദു പാർട്ടി അല്ലേ? ചിലരങ്ങനെ വിശ്വസിക്കുന്നു. നമ്മൾ ഭാരതീയ ഹിന്ദു പാർട്ടി അല്ല, നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയാണ്, ജനങ്ങളുടെ പാർട്ടിയാണ്, ഭാരതത്തിലെ സിറ്റിസൺസിന്റെ പാർട്ടിയാണ്. 143 കോടി ജനങ്ങൾക്കും ചേരാനുള്ള പാർട്ടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഏതാണ്ട് 20 കോടി അംഗങ്ങളുള്ളതാണ്. ഈ കൺഫ്യൂഷൻ നിങ്ങൾ മാറ്റിക്കൊടുക്കണം. BJP ആണ്, BHP അല്ല. അതിന്റെ ഔന്നത്യം, അതിന്റെ ഇൻക്ലൂഷൻ, എല്ലാവരെയും ചേർക്കുന്ന ആ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. പറഞ്ഞു, എനിക്കിവിടുത്തെ ഒരു ഹോപ്പ്, നമ്മുടെ മലപ്പുറത്തെ 14.8 ലക്ഷം വോട്ടുകളിൽ പകുതിയിൽ കൂടുതൽ അമ്മമാരാണ്. നിഷ്കളങ്കരായ ഇവിടുത്തെ അമ്മമാരും നിഷ്കളങ്കരായ ഇവിടുത്തെ ഉമ്മമാരും നമുക്ക് ഒരുപാട് ഹോപ്പ്, നമുക്ക് അവരിൽ ഒരുപാട് ഹോപ്പ് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസമുള്ള ചുറുചുറുക്കുള്ള യുവാക്കളും യുവതികളും എനിക്ക് നല്ല തീർച്ചയുണ്ട്, അവരൊക്കെ മോഡി പക്ഷത്തായിരിക്കും. അവരിലും എനിക്ക് ഹോപ്പ്, ആശ തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വികസനം ദാഹിക്കുന്ന ഒരു വമ്പിച്ച ടീം ഓഫ് ആൾക്കാരുണ്ട്. അവിടെയും എനിക്ക് ഹോപ്പ്, ആശയുണ്ട്. ഞാൻ എങ്ങനെ നമ്മൾ ജയിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ചില കാര്യമാണ്. അതുപോലെ തന്നെ മോഡിജി കൊണ്ടുവന്ന മുത്തലാഖിന്റെ ഇമ്പാക്ട്, ഈ പറഞ്ഞ 10 ലക്ഷം മുസ്ലിം വോട്ടുകളിൽ പകുതി സ്ത്രീകളാണ്. ഈ സ്ത്രീകളോട് ഞാൻ അടുത്ത് ചെന്ന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അവരുടെ സന്തോഷം, അവർ വെളിയിൽ പറയാത്ത സന്തോഷം, അതൊക്കെ വോട്ടായി മാറും എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഭരണകാലത്ത് അന്ന് എന്നെ എറിയുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാര് ഇന്ന് പറയുന്നു, സാറ് തന്നെയാണ് ശരി, സാറായിരുന്നു ശരി, സാറിന്റെ കൂടെ ഞങ്ങളുണ്ട്, സാറിന് ഞങ്ങൾ വോട്ട് ചെയ്യും. ആ പറഞ്ഞ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്. അത് നമുക്ക് ഹോപ്പ് ചെയ്യും.
വികസനം മുരടിച്ചു നിൽക്കുന്ന ഇവിടെ ഈ ഇടത് വലത് പാർട്ടികളുടെ മാറി മാറിയുള്ള ദുഷ്ഭരണത്തിനെതിരെ അതിനെതിരെ പ്രതികരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ജനത ഇവിടെയുണ്ട്. അതും നമുക്ക് ഹോപ്പ് തരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 19% എന്ന ഗ്രാഫ് തീർച്ചയായും മുന്നോട്ട് തന്നെ പോകും. അതിന് വരുന്ന 6 ദിവസം 20 മുതൽ 25 വരെയുള്ള ദിവസം നമ്മൾ സ്ട്രാറ്റജിക്കായിട്ട് ഇന്റലിജന്റ് ആയിട്ട് മീറ്റ് ചെയ്യേണ്ടവരെ കണ്ട് എന്നും മീറ്റ് ചെയ്തവരെ പോകാതെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കണം. സംഗതി മാറും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത്, മോഡിജി ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ്. മോഡിജി പറഞ്ഞു, നിങ്ങൾ മലപ്പുറത്തെ മുസ്ലിങ്ങളോട് പറയൂ, മോഡിജിയുടെ കരങ്ങളിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല ഇവിടുത്തെ സർവ്വജനങ്ങളും സേഫാണ്, സെക്യൂറാണ്. നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട. BJPയുടെ കരങ്ങളിൽ, മോഡിജിയുടെ കരങ്ങളിൽ മുസ്ലിം സഹോദരങ്ങളെ വർഷങ്ങളായി നിങ്ങളെ ഇടതും വലതും നിങ്ങളുടെ മസ്തിഷ്ക കൈയടക്കി വെച്ച് അവരെന്നും പറയും, ഞങ്ങളാണ് നിങ്ങളുടെ പ്രൊട്ടക്ടർ, ഞങ്ങൾക്ക് വോട്ട് തരൂ എന്ന് പറഞ്ഞ് വോട്ട് ബാങ്കായി നിങ്ങളെ വർഷങ്ങളായി ദശാബ്ദങ്ങളായി കൊണ്ട് നടക്കുന്നു. ഇനിയെങ്കിലും നിങ്ങൾ ആ ക്ലച്ചിൽ നിന്ന് വെളിയിൽ വരൂ, സത്യം മനസ്സിലാക്കൂ, മോഡിജി ആരാന്ന് മനസ്സിലാക്കൂ. മോഡിജി നിങ്ങളുടെ ശത്രുവല്ല, മോഡിജി നിങ്ങളുടെ മിത്രമാണ്, മോഡിജി നിങ്ങളുടെ രക്ഷകനാണ്. ഇത് മോഡിജിയുടെ ഗ്യാരണ്ടി. രണ്ടാമത്തെ മോഡിജിയുടെ ഗ്യാരണ്ടി, ഇവിടുന്ന് നിങ്ങൾ ഒരു NDA MPA അയച്ചാലും അയച്ചില്ലെങ്കിലും ഇവിടെ സാധാരണയുള്ള വികസന വിപ്ലവം മോഡി അഷ്വർ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു NDA MP പോകുകയാണെങ്കിൽ ഇവിടെ ആക്കം കൂടിയ വികസനം, സാധാരണ വികസന അപ്പുറം ആക്കം കൂടിയ വികസനം ഇവിടെ ഉണ്ടാവും. മലപ്പുറം ഒരു മലർവാടിയായി തന്നെ മാറും എന്നതിൽ സംശയമില്ല. ഇനി അവസാനം ഞാൻ പറയുന്നത്, NDAയുടെ കാൻഡിഡേറ്റായ അബ്ദുൾ സലാമിനെ നിങ്ങൾ വിജയിപ്പിച്ചാൽ, മലപ്പുറത്തിന്റെ MP ആയി നിങ്ങൾ ചൂസ് ചെയ്താൽ, 5 കൊല്ലവും എന്റെ ഉത്തരവാദിത്വം അറിഞ്ഞ് നിങ്ങളോട് തന്ന വാക്ക് പാലിക്കുകയും നിങ്ങളുടെ 41 ലക്ഷം പേരോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും സബ്കാ സാത്ത് എന്നുള്ള ഫിലോസഫി വെച്ച്, ഞങ്ങൾ BJPക്കാർക്ക് വേണ്ടി മാത്രമായിരിക്കില്ല ഞങ്ങളുടെ ഭരണം, ഞങ്ങൾ പാർട്ടി നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുള്ള ഒരു ഭരണമായിരിക്കും. ആ ഭരണത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഭാഗമാക്കായിരിക്കും. ഇത് നിങ്ങളുടെ കാൻഡിഡേറ്റിന്റെ ഗ്യാരണ്ടിയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒന്നാമത് എനിക്ക് തൊണ്ട വയ്യ, നല്ല പനിയുണ്ട്. ഇത്രയും നേരം എന്നെ കേട്ട് ക്ഷമിച്ചിരുന്നവരോട് നന്ദി, നമസ്കാരം.